നമസ്കാരം. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് തന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് നടി അന്ന രാജൻ ശുദ്ധമായ ഭക്തിയോടെയാണ് താൻ പൊങ്കാല അർപ്പിക്കാൻ എത്തിയതെന്നും തന്റെ വസ്ത്രധാരണമോ ഭാവങ്ങളോ ഏതെങ്കിലും ഭക്തരുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നുവെന്നും താരം വ്യക്തമാക്കി. കൈകൂപ്പി കണ്ണുനീരോടെ പങ്കുവച്ച വൈകാരികമായ കുറിപ്പിലൂടെയാണ് അന്ന തന്റെ ഭാഗം വിശദീകരിച്ചത്. വർഷങ്ങളായുള്ള ആഗ്രഹത്തിനു ശേഷമാണ് ഇത്തവണ അമ്മയുടെ സന്നിധിയിൽ പൊങ്കാലയിടാൻ എത്തിയതെന്നും എന്നാൽ തന്റെ ഭക്തിയെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് വലിയ വേദനയുണ്ടാക്കിയെന്നും താരം പറഞ്ഞു. പൊങ്കാല ചടങ്ങിൽ നിന്നുള്ള അന്നയുടെ വീഡിയോകൾ വൈറലായപ്പോൾ താരത്തിന്റെ വസ്ത്രധാരണമടക്കം ചർച്ചയായിരുന്നു. ബോഡി ഷെയിം ചെയ്യുന്ന തരത്തിൽ വിവിധ ആംഗിളുകളിൽ നിന്നും നടിയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് യൂട്യൂബേഴ്സ് പകർത്തിയത്. സ്വന്തം ബ്രാൻഡിൽ നിന്നുള്ള സാരി ധരിച്ചാണ് അന്ന എത്തിയത്. യൂട്യൂബ് ചാനലുകളിൽ നിറയെ അന്നയുടെ വീഡിയോയായിരുന്നു. എന്നാൽ നടി മനഃപൂർവ്വം യൂട്യൂബേഴ്സിനെ ക്ഷണിച്ചു വരുത്തിയതാണെന്നും സൂക്ഷിക്കേണ്ടത് സ്വന്തം കടമയായിരുന്നുവെന്നും വിമർശനം വന്നു. പൊങ്കാല അർപ്പിക്കാനായിട്ടല്ല, നഷ്ടപ്പെട്ട റീച്ച് തിരികെ പിടിക്കാൻ വേണ്ടിയാണ് അന്ന ആറ്റുകാൽ എത്തിയത് എന്ന തരത്തിൽ വരെ വിമർശനം ഉയർന്നു വന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതികരണം. പൊങ്കാല ചടങ്ങിനിടെ ചില യൂട്യൂബ് ചാനലുകൾ പകർത്തിയ ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. നടിയുടെ വസ്ത്രധാരണത്തെയും ശരീരപ്രകൃതിയെയും മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. പൊങ്കാലയെ പബ്ലിസിറ്റി സ്റ്റണ്ടായി ഉപയോഗിച്ചുവെന്നും ഒരു വിഭാഗം ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ നടി തന്റെ ചിരിക്കും പ്രാർത്ഥനയ്ക്കും പിന്നിലെ സത്യസന്ധത അമ്മയ്ക്ക് അറിയാമെന്നും ഒരു വിനീതയായ ഭക്തയായി തുടർന്നും താൻ ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് നടിയുടെ കുറിപ്പിന് താഴെ പ്രതികരണങ്ങളുമായി എത്തുന്നത്. ശുദ്ധമായ ഭക്തിയോടെയാണ് ആറ്റുകാലെത്തി പൊങ്കാല അർപ്പിച്ചതെന്നും തന്റെ വസ്ത്രങ്ങളോ ഭാവങ്ങളോ ഏതെങ്കിലും ഭക്തരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് അന്ന പറഞ്ഞത്. സെറ്റ് സാരി ഉടുത്താണ് അന്ന രാജൻ പൊങ്കാലയ്ക്കെത്തിയത്. ഇതിനിടയ്ക്കാണ് പല യൂട്യൂബേഴ്സും ഇത്തരത്തിൽ വലിയ വിവാദമുണ്ടാക്കുന്ന രീതിയിൽ തന്നെ വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ പല രീതിയിലും ഇത് പ്രചരിപ്പിക്കപ്പെട്ടു. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് താരത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കടന്നു വന്നത്. ഒടുവിൽ അതിന് മാപ്പ് പറഞ്ഞാണ് താരം എത്തിയിരിക്കുന്നത്. തന്റേത് ശുദ്ധമായ ഭക്തിയാണെന്നും താരം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഭക്തരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും അന്ന പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ അന്ന രാജനെ സപ്പോർട്ട് ചെയ്തും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ യൂട്യൂബേഴ്സ് പല ഭാഗത്തു നിന്നും മോശമായ രീതിയിൽ ക്യാമറ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ എടുത്തതെന്ന അഭിപ്രായവും വരുന്നുണ്ട്. എന്തായാലും ഇതിനെല്ലാം പിന്നാലെയാണ് താരം മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നത്.